അതിൽ നിന്ന് പോലീസാണ് സംശയം പറയുന്നത്. തുടക്കത്തിൽ അങ്ങനെയല്ല. ആ ഒരു സാഹചര്യ തെളിവുകൾ പരിശോധിക്കുകയും വീണ്ടും ആ സംഭവം നടന്ന സ്ഥലം പരിശോധിക്കുകയും വിശദമായ പരിശോധനയിലാണ് ഈ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, റേപ്പ് ചെയ്താണ് ഈ കുട്ടിയെ കൊന്നിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇൻസിസ്റ്റ് ചെയ്താണ് ഈ കാര്യങ്ങൾക്കെല്ലാം തെളിവ് ശേഖരിക്കുകയെല്ലാം ചെയ്തത്. എന്നാൽ ഈ വിചാരണ വേളയിൽ കേസിന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. വ്യക്തമായ തെളിവുകളുണ്ട്, കേസ് നന്നായി പോകുന്നുണ്ട്, പ്രതി തീർച്ചയായിട്ടും ശിക്ഷ വാങ്ങും എന്നുള്ളതാണ്. ഇനി രാവിലെയും ആ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ രാവിലെ വിളിച്ചിരുന്നു. എന്നാണ് കോടതി വിധി പറയുന്നത്, നല്ല ശിക്ഷ അവന് കിട്ടും എന്നുള്ളതാണ് അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിക്കും. മാക്സിമം പരമാവധി ശിക്ഷ കൊടുക്കണം. കാരണം 6 വയസ്സുള്ള ഒരു കുട്ടിയെ ഇതുപോലെ മാരകമായി കൊലപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമില്ല. അതുകൊണ്ട് പരമാവധി ശിക്ഷ പ്രതിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് കുടുംബാംഗങ്ങൾ മുഴുവൻ പേരും ഇന്ന് കോടതിയുടെ മുമ്പിൽ കാത്തുനിന്നത്. എന്നാൽ നമ്മളെല്ലാവരെയും ഞെട്ടിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വിധിയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അപ്പീൽ ഉണ്ടാകണം, പുനരന്വേഷണം ഉണ്ടാകണം. കുറ്റവാളിയായിട്ടുള്ള പ്രതി ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നുള്ളതാണ് ഈ കാര്യത്തിലെ അഭിപ്രായം. ശരി, എസ് ബിജിമോൾ MLA ആണ് പ്രതികരിച്ചത്. എന്തായാലും കുട്ടിക്ക് നീതി ലഭിച്ചില്ല എന്ന് മാതാപിതാക്കളടക്കം പറയുന്ന പശ്ചാത്തലം കൂടി നമ്മൾ കണ്ടു. പുനരന്വേഷണം പ്രതിഭാഗം ആവശ്യപ്പെടുന്നു, മറുഭാഗത്താകട്ടെ നീതി കിട്ടിയില്ല എന്ന വിഷയവുമുണ്ട്. അപ്പീൽ പോകാനുള്ള സാധ്യതകൾ കൂടി ഈ വിഷയത്തിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഇടവേള. വണ്ടിപ്പെരിയാറിൽ 8 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ ഇപ്പോൾ പ്രതിയെ വെറുതെ വിട്ടാണ് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഘട്ടം നൽകാനുള്ളത്. നീതി ലഭിച്ചില്ല എന്ന് കുടുംബം പറയുന്നു. തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് കോടതിയുടെ മുന്നിൽ തെളിവുകൾ ഉണ്ടായില്ല. സ്വാഭാവികമായും കോടതി തെളിവുകളില്ലാത്തതിനാൽ പ്രതിയെ വെറുതെ വിടുന്ന പശ്ചാത്തലം ഒരുങ്ങി വരിക കൂടിയായിരുന്നു. അത് ഏതു തരത്തിലും ആരെ കുറ്റപ്പെടുത്തണം, അല്ലെങ്കിൽ ഇത്തരം പോക്സോ കേസുകളിൽ പലപ്പോഴും സംഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കുന്നവരുണ്ട്. നേരത്തെ ശ്രീ CR നീലകണ്ഠനൊക്കെ പറഞ്ഞത് 2% മാത്രമാണ് കൺവിക്ഷൻ റേറ്റ് ഈ പോക്സോ കേസുകളിൽ. അതായത് 100 പ്രതികളിൽ 2 പേർ മാത്രം ശിക്ഷിക്കപ്പെടുന്ന പശ്ചാത്തലം നമ്മുടെ സംസ്ഥാനത്ത് ഒരുങ്ങി വരുന്നു. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ അധികാരികൾ അതിന് ഉത്തരം പറയേണ്ടി വരും. അർജുനല്ല പ്രതിയെങ്കിൽ മറ്റുള്ള ആരാണ് പ്രതി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അർജുനെതിരെ തെളിവില്ല എങ്കിൽ ആരെങ്കിലും ഒരു പ്രതി ഉണ്ടാകണമല്ലോ. കാരണം ശാസ്ത്രീയമായ അത്തരത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, കുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. അത് ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. പുനരന്വേഷണം എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയിൽ ഈ വിഷയം എത്തി. ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് കൃത്യമായി വിലയിരുത്തിയാൽ മാത്രമേ ഒരു ഇൻവെസ്റ്റിഗേഷനു സാധ്യതയുള്ളൂ എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ അങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്കിനി അത് കാത്തിരുന്ന് കാണേണ്ടി വരും ഏത് തരത്തിലാണ് ഇനി കോടതി ഇതിനെ സമീപിക്കുക. സ്റ്റാലിൻ ഈ കുടുംബാംഗങ്ങളുടെ പ്രതികരണം അത് വല്ലാത്ത തരത്തിലാണ്. അവർ ഒരു അച്ഛൻ പറഞ്ഞത് ഇനി നിയമ നടപടിക്കില്ല, പ്രതിയെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന രീതിയിലാണ്. അങ്ങനെയല്ല സംഭവം. അങ്ങനെ ഒരു തരത്തിൽ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എങ്കിലും വൈകാരികമായ ഒരു പ്രതികരണമായി അതിനെ കാണാം. എന്താണ് ഈ കുടുംബാംഗങ്ങൾ പറഞ്ഞു വെക്കുന്നത്? ഒപ്പം പ്രോസിക്യൂഷൻ അഭിഭാഷകരുമായി സംസാരിക്കാറായോ? രഞ്ജിത്ത്, ഈ കുട്ടിയുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാം വളരെ വൈകാരികമായ രീതിയിലാണ് ഇപ്പോൾ ഇടപെടുന്നത്. കാരണം നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് രഞ്ജിത്ത്. പല ഘട്ടങ്ങളിലും ഈ അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്ന സാഹചര്യത്തിലും പ്രതിയും ഇത് തന്നെ ഏതാണ്ട് കുറ്റം സമ്മതിച്ച രീതിയിൽ തന്നെയായിരുന്നു. ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോഴും നമുക്ക് കിട്ടിയിരുന്ന ഒരു വിവരം പ്രതി തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് നമുക്ക് വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വലിയ ഒരു ശിക്ഷ, പ്രത്യേകിച്ചും കൂടുതൽ അന്വേഷണത്തിന്റെ പോലും ആവശ്യമില്ല എന്നുള്ള ഒരു തരത്തിലായിരുന്നു അന്നത്തെ നിഗമനമെല്ലാം. അതുകൊണ്ട് തന്നെ ഈ കേസില് ഈ അർജുന് കടുത്ത ശിക്ഷ തന്നെ
കൃത്യമായ ശിക്ഷ തന്നെ ലഭിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ ഒരു നിഗമനത്തിലായിരുന്നു അന്ന് പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരുമെല്ലാം. എന്നാൽ ഇപ്പോൾ കോടതിയിൽ ഈ കാര്യങ്ങൾ തകർന്നറിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അത് ശ്രീ ആദിത്യൻ, പ്രതിഭാഗ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആദിത്യൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ആദിത്യൻ, താങ്കൾ കൃത്യമായി പുറത്തു വന്നപ്പോൾ പറഞ്ഞു കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ കൊണ്ട് മാത്രം ഒരു കേസും തെളിയിക്കാനാവില്ല, അതിന് കൃത്യമായ തെളിവുകൾ വേണം, സാക്ഷികൾ വേണം, സാഹചര്യ തെളിവുകൾ വേണം, ശാസ്ത്രീയ തെളിവുകൾ വേണം. ഇവിടെ എന്താണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച വീഴ്ച? പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച വീഴ്ചയായിട്ട് ഇത് കണക്കാക്കാൻ കഴിയില്ല. ഇത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, പ്രോസിക്യൂഷൻ ഞാൻ ഉദ്ദേശിച്ചത് പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്തുനിന്നോ മറ്റോ അല്ല. ശരി. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഒരാളെ ഫിക്സ് ചെയ്യുകയും അയാൾക്കെതിരെ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുകയും കള്ളസാക്ഷികളെ സൃഷ്ടിക്കുകയും ചെയ്തതിന്റെ ഫലമായി ആയിട്ടാണ് ഈ പ്രോസിക്യൂഷൻ ഈ ഇത്തരത്തിലൊരു ഭീകരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അല്ല, എന്തുകൊണ്ടാണ് ഈ അർജുനെ പ്രതിയാക്കണം എന്നിവർ തീരുമാനിച്ചത്? കാരണം മറ്റൊന്നുമല്ല, വേറെ ആരോ ഒന്നെങ്കിൽ മറ്റാരോ മറച്ചു വയ്ക്കാൻ, ഒരു വളരെ ശക്തനായ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഏതോ ഒരു പ്രതിയെ മറച്ചു വയ്ക്കാനും, സാമ്പത്തികവും സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന അർജുനെ പോലെ ഒരാളെ, ആ ലയത്തിലെ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളാണ് അർജുന്റെ കുടുംബം. അപ്പൊ അങ്ങനെ ഒരാളെ ശിക്ഷ ചെയ്ത് കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനും ഉണ്ടാവില്ല എന്നുള്ള വ്യക്തമ ബോധ്യത്തിലാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇയാളെ ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ മാതാപിതാക്കൾക്കും സംശയം ഈ അർജുനെ തന്നെയാണല്ലോ. അങ്ങനെ ആയിരുന്നില്ലല്ലോ ആദ്യം. അത്തരത്തിലൊരു ബോധ്യം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഉണ്ടാക്കിയെടുക്കുകയാണ്. തന്നെ മൊഴികളിൽ ആദ്യം സംശയമുള്ളതായി പറഞ്ഞിട്ടില്ല. ഒപ്പം ഈ താങ്കൾ പറഞ്ഞ പോലെ സാമ്പത്തികമായി ഉന്നത നിലയിലുള്ള ഒരാൾ, താങ്കൾ പറഞ്ഞ ഒരാൾ സംശയ നിഴലിലുണ്ടോ? അത് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക ഏജൻസി വെച്ചുകൊണ്ട്. അല്ലാതെ ഈ കേരള പോലീസിനെ കൊണ്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യലൈസ്ഡ് ഏജൻസി തന്നെ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ശരിക്കുമുള്ള സത്യം പുറത്തുകൊണ്ടുവരട്ടെ. ഈ റീ ഇൻവെസ്റ്റിഗേഷൻ ഈ ഹൈക്കോടതിയെ സമീപിക്കണം അല്ലേ? ഞങ്ങൾ ഈ ബാക്കി നിയമപരമായി മുന്നോട്ട് ഹൈക്കോടതി സമീപിക്കും. ആദിത്യൻ കേൾക്കാമോ അഡ്വക്കേറ്റ്? തീർച്ചയായും നിയമ നടപടികൾ മുന്നോട്ട് പോകും. തീർച്ചയായും, നന്ദി. ഇതിൽ പിന്നോട്ടുള്ളൂ. ശരി ശരി. കാരണം ഒരാളെ 3 വർഷത്തോളം ലോക്കപ്പിൽ കസ്റ്റഡിയിൽ വെച്ച് ഒരാൾ ക്രൂരമായി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇപ്പോ ഇയാൾ പുറത്തു വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അയാൾക്കുണ്ടായിരിക്കുന്ന ഒരു മെന്റൽ ടോർച്ചറിന്റെ ഭാഗമാണ്. അയാൾക്ക് ഇനി എത്രത്തോളം സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹവുമായി എത്രത്തോളം സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനിൽ അത്ര ക്ലിയർ അല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകർ പറയുന്നത്. കട്ടപ്പന കോടതിയിലെ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരും ഇതിൻ്റെ മറ്റ് നിയമ വഴികൾക്കായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റാലിൻ, അതാണ് പ്രതിഭാഗത്തിൻ്റെ നീക്കം. ഒപ്പം പ്രോസിക്യൂഷനും കൃത്യമായി തന്നെ കാര്യങ്ങൾ നീക്കേണ്ടി വരും. പ്രോസിക്യൂഷൻ അഭിഭാഷകരുമായി സംസാരിക്കാൻ കഴിഞ്ഞോ? അവർ എന്താണ് പറഞ്ഞു വെക്കുന്നത്? പ്രോസിക്യൂഷൻ അഭിഭാഷകരുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല രഞ്ജിത്ത്. എന്തായാലും പ്രതിഭാഗത്തിന്റെ ആരോപണം ഈ അർജുനെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം ഈ കേസിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായി എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അവരുടെ ഒരു പ്രതികരണം വരുന്നത്. എന്തായാലും ഈ വീടുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന ആളായതുകൊണ്ട് തന്നെ അയാളെ കുറിച്ച് യാതൊരു സംശയങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ സംഭവം നടക്കുന്നതിനോട് അടുത്ത സമയത്ത് തന്നെ മറ്റ് യുവാക്കളുമായി അവിടുത്തെ സുഹൃത്തുക്കളുമായി ചേർന്ന് അവിടെ ചില കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സമയമായിരുന്നു. അതിനിടയിൽ അവിടെ നിന്നും പോയി ഈ കുട്ടിയെ ഇത്തരത്തില് ബലാത്സംഗം ചെയ്യുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നൊക്കെയായിരുന്നു അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ നമുക്ക് ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ നൽകിയ വിവരങ്ങൾ. എന്തായാലും അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകൾ അനുസരിച്ച് ഇയാൾ തന്നെയാണ് കുറ്റക്കാരൻ എന്നുള്ള ഒരു നിഗമനത്തിലാണ് അന്ന് കുറ്റപത്രവും കോടതിയിൽ സമർപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇയാൾ ചോദ്യം ചെയ്ത 1-2 ഘട്ടങ്ങളിൽ ഇയാൾ തന്നെയാണ് കുറ്റം ചെയ്തത് എന്നുള്ള കുറ്റസമ്മതവും നടത്തിയിരുന്നതായിട്ട് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോടും മറ്റുള്ള മാധ്യമങ്ങളോടും ഒക്കെ പറഞ്ഞിരുന്നു. ഏതായാലും അതുകൊണ്ട് തന്നെ ഇയാൾ തന്നെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലും ആ ഒരു നിഗമനത്തിലുമായിരുന്നു ഈ കോടതിയിലെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പോലുമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട്. എന്നാൽ പിന്നീട് കോടതിയിൽ ഇത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഇത് തകിടം മറിഞ്ഞത് എന്നുള്ള വലിയ അന്വേഷണവും അതുപോലെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് രഞ്ജിത്ത്.
അതാണ് പ്രധാനപ്പെട്ട കാര്യം. അർജുൻ കുറ്റക്കാരനല്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മാതാപിതാക്കൾ വൈകാരികമായാണ് ഈ വിഷയത്തോട് പ്രതികരിച്ചത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇതുകൊണ്ട് കൊടുക്കുന്നത് ഒരു പെങ്കൊച്ചിനെ കൊന്ന് കൊല വിളിച്ചവനെ വെറുതെ വിട്ട് കോടതി ഇതാണോ ചെയ്യുന്നത്? ആ ജഡ്ജ് ഒരു പെണ്ണല്ലേ? ഇങ്ങനെയാണ് ചെയ്യുന്നത്? ചാനലുകാരൊക്കെ വന്നേക്കുന്നു. മറ്റു സംഭവിച്ചതല്ലേ പറഞ്ഞേ? എന്നത്തെ ചാനൽ നിങ്ങൾ എടുക്കുന്നത്? എന്തിനാ നിങ്ങൾ എടുക്കുന്നത്? എന്നെടുക്കാനാ ചാനലുകാർ? കൊച്ചിനെ കற்பഴിച്ച് കൊന്ന് കെട്ടി തൂക്കിയത് അൽമാരിക്കകത്തിന്റെ സച്ച എടുത്തോണ്ടാണ് അവനെ കെട്ടി തൂക്കിയത്. അറിയാവോ? ഞാൻ ചോറും കഞ്ഞി കൊടുത്തിട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്തിട്ട് പോയത് അറിയാവോ? എന്റെ കൊച്ചിനെ 14 വർഷം കുഞ്ഞുങ്ങളില്ലാതെ എടുത്ത് കിട്ടിയതാ. അറിയാവോ? ഇന്നോർക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുവോ? ഇപ്പൊ നീതിയാ കിട്ടിയേക്കുന്നത്. എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളതല്ലേ? നിങ്ങളെ ഇതുപോലെ ചെയ്തിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് എന്നാണ് പ്രതിഭാഗം പറയുന്നത്. ഒരാളെ പ്ലോട്ട് ചെയ്ത് കൃത്യമായി പ്രതിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതാണ് ഇതിന്റെ പിന്നിൽ. മറ്റു ചില സാമ്പത്തിക ബന്ധമുള്ള ഉന്നതരാണ്, സാമ്പത്തികമായി മുന്നിലുള്ള ഉന്നതരാണ് ഇതിന് പിന്നിലെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള നിയമവഴികൾ? ഇനി ഈ കേസിൽ പുനരന്വേഷണം എങ്ങനെ സാധ്യമാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ പ്രതിയെ വെറുതെ വിട്ട കോടതി നടപടി, ഇതിൻ്റെ കോടതി ഉത്തരവ് പൂർണ്ണമായി പുറത്തു വന്നാൽ മാത്രമേ എന്താണ് കോടതിയുടെ നിഗമനങ്ങൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ കേസിന് ഇത്രയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതിനാൽ ഇതിൽ സർക്കാരും എന്തായാലും പിന്നോട്ട് നിൽക്കാൻ കഴിയില്ല, കൃത്യമായ നീക്കവുമായി മുന്നോട്ട് പോകേണ്ടി വരും. ഒന്നുകിൽ പ്രോസിക്യൂഷൻ്റെ കണ്ടെത്തലുകൾ തെറ്റ് എന്നൊരു വിധിയിലേക്ക് എന്നൊരു നിഗമനത്തിലേക്ക് വരേണ്ടി വരും. അങ്ങനെയെങ്കിൽ പുനരന്വേഷണം നടക്കണം. എന്തായാലും കുട്ടി പീഡനത്തിനിരയായി എന്ന കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. കൃത്യമായ ഒരു കുറ്റവാളിയുണ്ട്. ആ കുറ്റവാളിയെ കണ്ടെത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കണ്ടെത്തിയ കുറ്റവാളി അങ്ങനെയല്ല. അപ്പോൾ അന്വേഷണത്തിൽ പിഴവുണ്ട്. ഈ കാര്യത്തിലേക്ക് ഇത് വരികയാണ്. ചുരുക്കത്തിൽ പോക്സോ കേസ് അന്വേഷണത്തിൽ ഗുരുതര പിഴവ് പറ്റി എന്ന കാര്യം തന്നെയാണ് നമുക്ക് പൊതുവിൽ ആമുഖമായി തന്നെ പറയാൻ പറ്റുന്നത്. ഇതിന് ഉത്തരവാദി ആരാണ്, എവിടെയാണ് പിഴവ് സംഭവിച്ചത്, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ കണ്ടെത്തലും പിന്നീട് കോടതിയിൽ ഇത് അവതരിപ്പിക്കുന്നതിൽ പറ്റിയ പിഴവാണ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഒരുപക്ഷെ വരുന്ന മണിക്കൂറിൽ നിയമവിദഗ്ധരടക്കം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ വെറുതെ വിടുന്നു എന്നതാണ്. അവിടെ പിഴവ് പറ്റി പ്രോസിക്യൂഷൻ എന്ന കാര്യം വ്യക്തമാവും. ശരി, സയ്യിദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ കാര്യങ്ങളുമായി തിരിച്ചെത്താം. കണ്ണൂർ ഇനിയും വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്ന സംശയിച്ചിരുന്ന അർജുനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട വിവരം. കട്ടപ്പന പോക്സോ സ്പെഷ്യൽ കോടതിയാണ് അർജുനെ വെറുതെ വിട്ടത്. കോടതിയിൽ നാടകീയ രംഗങ്ങൾക്കാണ് ഈ വിധിന്യായത്തിന് ശേഷം കോടതി സാക്ഷ്യം വഹിച്ചത്. അതിലേക്ക്
കോടതിയിൽ നാടകീയ രംഗങ്ങളുണ്ടായി. അമ്മ പൊട്ടിക്കരഞ്ഞു. വിധിന്യായത്തെ അമ്മ വല്ലാത്ത തരത്തിൽ നേരിട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അച്ഛനും വൈകാരികമായാണ് പ്രതികരിച്ചത്. കാരണം 10-14 വർഷം കാത്തിരുന്ന് കിട്ടിയ കുട്ടിയാണ്, ആ കുട്ടിയാണ് ഇത്തരത്തിൽ ചെയ്തത് എന്നാണ് അമ്മയും അച്ഛനും പറയുന്നത്. നീതി ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. പക്ഷേ കോടതിക്ക് മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് കോടതി എത്തിയത് എന്നുകൂടി കാത്തിരുന്ന് കാണണം. അവിടെ ആർക്കോ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥരാണ് വീഴ്ച പറ്റിയത് എന്ന് പ്രതിഭാഗ അഭിഭാഷകർ പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരാണോ പ്രോസിക്യൂഷൻ അഭിഭാഷകർക്കാണോ തെളിവുകൾ നിരത്തുന്നതിലും അത് കോടതിയിൽ സമർത്ഥമായി അവതരിപ്പിക്കുന്നതിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും നമുക്ക് ഇനി മറ്റ് നിയമ നടപടികൾ എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പുനരന്വേഷണം പ്രതിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, പുനരന്വേഷണത്തിലേക്ക് പോകണമെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോയി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണം അത് വളരെ കൃത്യമായി തന്നെ തെറ്റായിരുന്നു അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചു എന്ന് തെളിയിക്കേണ്ടി വരും. അതിനുള്ള നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും. അത്രയും നാൾ പ്രതി കാണാമറിയത്ത് അല്ലെങ്കിൽ ഈ പ്രതി ഇപ്പോൾ പറഞ്ഞ പ്രതി കുറ്റക്കാരനല്ല എന്ന് വിശ്വസിക്കേണ്ടിയും വരും. തീർച്ചയായും രഞ്ജിത്ത്, ഈ കേസിൻ്റെ നിയമപ്രശ്നങ്ങൾ അങ്ങനെയാണ്. പുനരന്വേഷണം പ്രതിഭാഗമാണ് ആവശ്യപ്പെടുന്നത്. അതായത് പ്രോസിക്യൂഷൻ്റെ കണ്ടെത്തൽ ഇപ്പോൾ ഈ അർജുൻ എന്ന വ്യക്തിയാണ് ഈ കൊലപാതകം നടത്തിയത് ഈ കേസിൽ, പോക്സോ കേസിലെ മുഖ്യപ്രതി എന്നതാണ്. കോടതി അത് അംഗീകരിച്ചില്ലെങ്കിലും പ്രോസിക്യൂഷൻ്റെ നിലപാടാണ് അത് തുടർ കോടതികളിലൊക്കെ അപ്പീൽ സാധ്യത പരിഗണിക്കുമ്പോൾ അതങ്ങനെ വരും. അതുകൊണ്ടാണ് ഇതിൽ പുനരന്വേഷണം ആവശ്യത്തിലേക്ക് പ്രതിഭാഗം എത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇവർ വാദിക്കുന്നത് പോലീസ് കൃത്രിമ തെളിവുകളൊക്കെ നിരത്തി എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന വാദം. അപ്പീൽ സാധ്യത പരിഗണിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. എന്തായാലും ഈ കേസിൻ്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ ഇനിയുള്ള നിയമ നീക്കങ്ങൾ നിർണായകമാണ്. എന്തായാലും ആദ്യ കോടതി പ്രാഥമിക വാദത്തിൽ തന്നെ ഇത്തരമൊരു തിരിച്ചടി ഉണ്ടായത് ഈ കേസിൻ്റെ ഭാവിയെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം മുൻകാലങ്ങളിലെ ചില കേസുകളുടെ അനുഭവത്തിൽ നമുക്കങ്ങനെ പറയാനാവും. എന്തായാലും ഇനി തുടരന്വേഷണത്തിൽ ഈ കേസിൽ കൃത്യമായി, അതായത് കുട്ടിയുടെ മരണത്തിന് മുമ്പ് പീഡനത്തിന് ഇരയായി എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ച കാര്യമാണ്. ഒപ്പം തന്നെ ഇത് കൊലപാതകമാണെന്നും തെളിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇത് ആരെയെന്ന് ഒരു പ്രതിയുണ്ടെന്ന് വ്യക്തമാക്കുമെങ്കിലും ആ പ്രതി ആരെന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി ഉണ്ടാവുന്ന തുടർ നീക്കങ്ങൾ അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനത്ത് മുൻകാലങ്ങളിൽ പോക്സോ കേസുകളിൽ സംഭവിച്ച വീഴ്ചകൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിൽ ഇപ്പോഴും പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. അത് ഈ കേസിലും സംഭവിച്ചു എന്നതാണ് വ്യക്തമാവുന്ന കാര്യം. വണ്ടിപ്പെരിയാർ കേസിൻ്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ ഇനിയുള്ള കോടതി നിലപാടുകളും നീക്കങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കോടതി തീരുമാനമെടുക്കേണ്ടി വരും. പ്രോസിക്യൂഷന് വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. അർജുൻ കുറ്റക്കാരനല്ല എന്ന് കട്ടപ്പനയിലെ അതിവേഗ കോടതി കണ്ടെത്തിയ പശ്ചാത്തലം അതാണ് പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത് എന്നുള്ളതാണ്. ഏതായാലും വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട വലിയ വിവാദമായിരുന്ന ഒരു കേസ്, മനുഷ്യ മനസാക്ഷിയെ ആ തരത്തിൽ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു കേസ്, അതിൻ്റെ വിധിന്യായം വരുമ്പോൾ പ്രോസിക്യൂഷൻ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതി എന്നു കണ്ടെത്തിയ അർജുൻ ആണ് ഇപ്പോൾ കുറ്റക്കാരനല്ല എന്ന് അതിവേഗ കോടതി വിധിച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിന്യായമായി മാറുന്നുണ്ട്. ഇനിയുമുള്ള നിയമ നടപടികൾ എന്ത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ കോടതി വിധിക്ക് ശേഷം ഏറെ വൈകാരികമായാണ് മാതാപിതാക്കൾ പ്രതികരിച്ചത്. അവരുടെ വാക്കുകളിലേക്ക്. കുഞ്ഞുങ്ങളില്ലാതെ ഇപ്പൊ എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളതല്ലേ? നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്തിരുന്ന ഞാൻ എന്റെ കയ്യിൽ നിന്ന് ചോറ് കൊടുത്തി എന്റെ കൊച്ചു ടി വി കണ്ടിരുന്ന കൊച്ചിനെ അവൻ പോയി പിടിച്ച് പീഡിപ്പിച്ച് അവൻ പൂജാമുറിയിലിട്ടാണ് കൊച്ചിനെ കർപ്പളിച്ച് കൊന്ന് കെട്ടി തൂക്കിയത്. അൽമാരിക്കകത്തിന്റെ സത്യം എടുത്തോണ്ടാണ് അവനെ കെട്ടി തൂക്കിയത്. അറിയാവോ, ഞാൻ ചോറും കഞ്ഞി കൊടുത്തിട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്തിട്ട് പോയത് അറിയാവോ? 14 വർഷം കുഞ്ഞുങ്ങളില്ലാതെ കിട്ടിയത് അറിയാവോ? അവർക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുവോ? ഇപ്പൊ വേറെ നീതിയാക്കിട്ടേക്കുന്നത്. എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളതല്ലേ? നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്തിരുന്ന
അർജുൻ കുറ്റക്കാരനല്ല എന്ന കോടതിയുടെ വിധിന്യായം പുറത്തു വന്നു കഴിഞ്ഞു. ഇതിനെതിരെയുള്ള പ്രതികരണങ്ങളാണ്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച, ഞെട്ടിപ്പിച്ച ഒരു കേസിലാണ് ഇത്തരത്തിൽ ഒരു വിധിന്യായത്തിലേക്ക് കോടതി എത്തുന്നത് എന്നുകൂടി നമ്മൾ കാണണം. എവിടെയാണ്, ആർക്കാണ് പിഴവ് സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. അർജുൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് പ്രതി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടിയെ കൃത്യമായി തന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്. അർജുൻ ഈ കുടുംബവുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ആളായിരുന്നു ഈ അർജുൻ. മാതാപിതാക്കളുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ആളായിരുന്നു ഈ അർജുൻ. ഇയാൾ അത്തരത്തിൽ സംശയ നിഴലാവുകയായിരുന്നു. പക്ഷേ പ്രതിഭാഗം അതെല്ലാം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അത്തരമൊരു കെട്ടിച്ചമച്ച പ്രതിയാണ് അർജുൻ എന്നാണ് പറയുന്നത്. അർജുനെ അത്തരത്തിൽ കൊടുക്കുകയായിരുന്നു എന്നാണ് പ്രതിഭാഗത്തിൻ്റെ അവകാശവാദം. പക്ഷേ അത് കോടതിയിൽ അവർക്ക് തെളിയിക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. കോടതിയിൽ അത് ബോധ്യപ്പെടുത്താൻ, പ്രതിയാണെന്ന് പ്രോസിക്യൂഷന് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ സഹായകരമായത് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. ഏതായാലും ഇനിയുള്ള നിയമ നീക്കങ്ങൾ നിർണായകമാണ്. അവിടെയാണ് അർജുൻ അല്ലെങ്കിൽ ആരാണ് പ്രതി എന്നുള്ളത് വ്യക്തമാക്കണം. അർജുനാണെങ്കിൽ അത് കൃത്യമായി തെളിയുകയും വേണം. അതിനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഇനിയുള്ള നിയമ പോരാട്ടത്തിൻ്റെ വഴികൾ. കുഞ്ഞുങ്ങളില്ലാതെ കിട്ടിയതാ അറിയാമോ? കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുവോ? ഇപ്പൊ എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളതല്ലേ? 48 സാക്ഷികളെ വിസ്തരിച്ചു. നിരവധി തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞ ഒരു കേസാണ്. പക്ഷേ കോടതിയിൽ പ്രോസിക്യൂഷന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനകം മറ്റു വാർത്തകളുമായി തിരിച്ചെത്തും. നമസ്കാരം. ഈ പരിപാടി